എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഓഗസ്റ്റ് 22 നടത്തിയ ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്തത്. അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് എൻ്റെ റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെയും ലോജിക്കൽ റീസണിങ്ങിലെയും ക്വസ്റ്റ്യൻസ് ആണ്. First question, A takes twice as much time as B to complete a work and C does it in the same time as both A and B together do it. If all the three of them work together and complete the work in 5 days, then the time taken by B to complete the work alone is. അതായത് എ ബി സി എന്നിവർ 3 പേരുടെ വർക്കിങ്ങിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ബി കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം വെച്ച് നോക്കുമ്പോൾ എ ബിയുടെ 2 ഇരട്ടി ഉണ്ടെങ്കിലാണ്, അതായത് ബിയുടെ 2 ഇരട്ടി ടൈം വേണം എക്ക് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സിക്ക് ആണെങ്കിലോ എയുടെയും ബിയുടെയും കൂടെ കൂടിയിട്ടുള്ള ആ ഒരു ടൈം വേണം സിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഈ 3 പേരും കൂടെ ഈ ഒരു രീതിയിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ആകുന്ന 5 ദിവസം കൊണ്ടാണ്. അതായത് ബി കംപ്ലീറ്റ് ചെയ്യുന്നതിന് എടുക്കുന്ന ടൈം എക്ക് അതിൻ്റെ ബിയുടെ 2 ഇരട്ടി വേണം, സിക്ക് എ പ്ലസ് ബി എന്നുള്ളതാണ്. അപ്പോൾ ഇവർ 3 പേരും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് തീരണമെങ്കിൽ 5 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ ബി തന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് ആകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 12 ഡേയ്സ്, 40 ഡേയ്സ്, 50 ഡേയ്സ്, 80 ഡേയ്സ് എന്നിവയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എയുടേത് എക്സ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ബിയുടെ x/2, അതായത് എക്സിൻ്റെ /2 ആണല്ലോ. സിയുടേത് x/3 എന്ന് എടുത്തു. ഇവിടെ നമ്മൾ എയുടേത് എക്സ് ആയിട്ട് എടുത്തു, ബിയുടെ നമുക്കപ്പോൾ x/2 ആയിട്ട് എടുക്കാം, സിയുടെ നമുക്ക് x/3 ആയിട്ടും എടുക്കാം. 2 + 1 3, അതായത് ബി എയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്ക് ബീനേക്കാൾ 2 ഇരട്ടി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എക്ക്. അപ്പം ബിയുടേത് വരുമ്പോൾ എങ്ങനെ ഒരു x/2 എന്ന് വരും. സിക്ക് എങ്ങനെയാണ് a + b ആണ്, അതായത് 2 + 1 = 3 എന്ന്. അങ്ങനെയാണ് ഈ 2ഉം 3യും വന്നത്. നമുക്ക് 6x = 1/5 എന്ന് എഴുതാനായിട്ട് പറ്റും. എങ്ങനെയാണ് 6x വരുന്നത്? അതായത് എക്ക് 2 ഇരട്ടി വേണം, ബിക്ക് വേണം, ബിയുടെ 1 ആയിട്ട് എടുത്തു, എയുടെ 2 ഇരട്ടിയായിട്ട് എടുത്തു, സി എന്ന് പറഞ്ഞാൽ a + b ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 6x എന്ന് കിട്ടും. സോ 6x = 1/5. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ എടുത്താണല്ലോ ചെയ്യുന്നത്. അപ്പോൾ 1/5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് x = 30 എന്ന് കിട്ടും, b = 30/2 = 50 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. ആ 6x കിട്ടിയതാണ് നിങ്ങൾക്കൊരു ഡൗട്ട് വരാനുള്ള വഴിയുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, എക്ക് 2 ഇരട്ടിയാണ് ബീനേക്കാളും. അപ്പം ബി ഒരു വർക്ക് ബി എടുത്തു, എയുടെ 2 വർക്ക് എടുത്തു. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിയുമ്പോഴാണ് സി കിട്ടുന്നത്. അതായത് എയുടെയും ബിയുടെയും കൂടെ തന്നെ നമുക്ക് 3x വന്നു. പിന്നെ a + c എന്ന് പറയുമ്പോൾ 3x തന്നെയല്ലേ വരുന്നത്. അതായത് ടോട്ടൽ 6 വർക്കാണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മളവിടെ 6x എന്ന് എഴുതിയത്. മനസ്സിലായോ? അപ്പോൾ ഈ 6x = 1/5, അതായത് a + b + c എന്ന് പറയുന്നത് 6x ആണ്. ഈ c = 1/5 ആണ്. അതിൻ്റെ നമ്മൾ x = 30 എന്ന് കണ്ടുപിടിച്ചു. അതായത് എയുടെ വർക്ക് നമ്മൾ 30 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പം ബിയുടേത് എങ്ങനെയാണ്? 30/2 = 50. Next question, 90 persons consume 810 kg of food in 27 days. In how many days will 60% consume 300 kg of food? അതായത് 90 ആൾക്കാർ 810 kg ഫുഡ് കൺസ്യൂം കഴിച്ച് 27 ദിവസം കൊണ്ടാണെങ്കിൽ 60 പേഴ്സൺസ് 300 കിലോഗ്രാം ഫുഡ് കൺസ്യൂം ചെയ്യുന്നത് എത്ര ദിവസം കൊണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 12 ഡേയ്സ്, 30 ഡേയ്സ്, 50 ഡേയ്സ്, 80 ഡേയ്സ്. ഇവിടെ നമുക്ക് ആദ്യം ഡെയിലി കൺസംഷൻ പെർ പേഴ്സൺ ആണ് കാണേണ്ടത്. ആദ്യത്തെ കേസ് വെച്ചിട്ട് നമ്മളത് കാണുവാണ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 90 പേഴ്സൺസ് 810 kg ഫുഡ് 27 ദിവസം കൊണ്ട് കൺസ്യൂം ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ പെർ പേഴ്സൺ ഡെയിലി കാണാനായിട്ട് 810 / 90 × 27 = 0.33 kg എന്ന് കിട്ടി പെർ ഡേ. ഇനി നമുക്ക് 60 പേഴ്സൺസ് 300 kg ഫുഡ് എത്ര ദിവസം കൊണ്ട് കൺസ്യൂം ചെയ്തു എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പം 60 പേഴ്സൺസ് 300 kg ഫുഡാണ് കൺസ്യൂം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ കൺസംഷൻ ഓഫ് 60 പേഴ്സൺസ് ഇൻ എത്ര ഡേയ്സ് ആണെന്നുള്ളതാണ് കാണേണ്ടത്. അതായത് 60 × d × 0.33 = 300 നമുക്ക് കിട്ടും. അതായത് ഡേയ്സ് കാണാനായിട്ട് 300 / 60 × 0.33 എന്നുള്ളത് ചെയ്താൽ മതി. അതായത് 300 / 20 = 50 എന്ന് കിട്ടും. അതായത് 60 പേഴ്സൺസ് 300 kg ഫുഡ് കൺസ്യൂം ചെയ്യുന്നത് 15 ദിവസം കൊണ്ടാണ്. അതായത് ഇത്രയേ ഉള്ളൂ. ഒരു പെർ കൺസപ്ഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ
അത് വെച്ചിട്ട് 300 കിലോഗ്രാം ഫുഡ് 60 പേര് എത്ര ദിവസം കൊണ്ട് കൺസ്യൂം ചെയ്യുമെന്ന് കാണുകയാണ് ചെയ്തത്. അതിനു വേണ്ടി നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആൻസർ 15 കിട്ടും, ഓപ്ഷൻ 3 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഇൻ ഡിക്രീസിംഗ് ഓർഡർ. അതായത് താഴെ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിന് ഡിക്രീസിംഗ് ഓർഡറിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 12/90, 7/12, 11/70, 70/28 എന്നിവയാണ് തന്നിരിക്കുന്നത്. നമുക്കിവിടെ ജസ്റ്റ് ഇതിനൊന്ന് ഡിവൈഡ് ചെയ്ത് വിട്ടാൽ മതി. അതായത് 12/90 എന്നുള്ളത് 0.63 എന്ന് കിട്ടും. 7നെ 12 കൊണ്ട് ഹരിച്ച് കഴിയുമ്പോൾ 0.583 എന്ന് കിട്ടും. 11നെ 17 കൊണ്ട് ഹരിച്ച് കഴിയുമ്പോൾ 0.64 എന്നും 17നെ 28 കൊണ്ട് ഹരിച്ച് കഴിയുമ്പോൾ 0.607 എന്നും കിട്ടും. നമ്മളോട് ഡിക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞത്. അതായത് ഏറ്റവും കൂടിയത് ആദ്യം വന്നിട്ട് പിന്നെ കുറഞ്ഞു പോകണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആദ്യം ഏത് വരും? ആദ്യം C വരും, അതിനുശേഷം A വരും, പിന്നീട് D വരും, പിന്നീട് ലാസ്റ്റ് B വരും. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്, CADB എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ നമ്പർ ദാറ്റ് ഒക്വർ ഇൻ ദ സീരീസ് 2, 10, 30, 68, 130. 2, 10, 30, 68, 130 എന്ന് പറഞ്ഞൊരു സീരീസാണ്. അപ്പോൾ ഈ സീരീസിൽ ഇനി വരാനുള്ള നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 738, 349, 520, 222 എന്നിവയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു മെത്തേഡ് വെച്ചാൽ ഒരു വേ ഓഫിലായിരിക്കും, ഒരു രീതി കാണും ഈ ഒരു സീരീസിന്. അപ്പോൾ അത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കും. ഇവിടെ ഓരോ സംഖ്യയുടെ ക്യൂബും ആ സംഖ്യയായിട്ട് കൂട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അതായത് 1 ക്യൂബ് + 1 = 2 എന്ന് കിട്ടും. അടുത്ത് 2 ക്യൂബ് + 2 = 10 എന്ന് കിട്ടും. അപ്പം നെക്സ്റ്റ് 3 ക്യൂബ് + 10 = 30 എന്ന് കിട്ടും. 4 ക്യൂബ് + 4 = 68. 5 ക്യൂബ് + 5 = 130. അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇനിയുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനി അടുത്ത് എങ്ങനെയായിരിക്കും? 6 ക്യൂബ് + 6 = 222. അത് നമ്മുടെ ഓപ്ഷനിലുണ്ട്. 7 ക്യൂബ് + 7 = 350. അത് ഓപ്ഷനിലില്ല, ഓപ്ഷനിൽ 349 ഉള്ളൂ. അത് തെറ്റാണ്. നെക്സ്റ്റ് വരുന്ന 8 ക്യൂബ് + 8 = 520. അതും നമ്മുടെ ഓപ്ഷനിലുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്ന 9 ക്യൂബ് + 9 = 738. അത് നമ്മുടെ ഓപ്ഷനിലുണ്ട്. സോ ഇവിടെ വരുന്നത് 6 ക്യൂബ് + അതായത് 222, 520, 738 ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്, ACD എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 വേർഡും ലിസ്റ്റ് 2 യൂണീക്ക് കോഡുമാണ്. വേർഡ് നമുക്ക് തന്നെ പ്രൈം, സൈറ്റ്, ക്വൈറ്റ്, റൈം എന്നുള്ളവയാണ്. 69, 72, 63, 61 എന്നുള്ളതാണ് നമ്മുടെ യൂണീക്ക് കോഡ്സ് തന്നിരിക്കുന്നത്. ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABCD എന്നിങ്ങനെ നമ്പറിന് ഈക്വൽ ആയിട്ടുള്ള ലെറ്റേഴ്സിന് ഈക്വൽ ആയിട്ടുള്ള നമ്പർ, അതായത് Aക്ക് 1, Bക്ക് 2, Cക്ക് 3 എന്ന് പറഞ്ഞ് ഈക്വൽ ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ലെറ്റേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ടുള്ള ആ ടോട്ടലാണ് ഇവിടെ യൂണീക്ക് കോഡിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആദ്യത്തെ വേർഡ് എന്ന് പറഞ്ഞാൽ പ്രൈം ആണ്. Pക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള നമ്പർ 16 ആണ്. Rന് 18, Iക്ക് 9, Mന് 13, Eക്ക് 5. ഇതെല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടും 61 എന്ന് കിട്ടും. ഇനി സൈറ്റാണ് നെക്സ്റ്റ് വേർഡ്. സൈറ്റിന് Sന് ഈക്വലായിട്ട് 19, Iക്ക് ഈക്വലായിട്ട് 9, Gക്ക് ഈക്വലായിട്ട് 7, Hന് ഈക്വലായിട്ട് 8, Tക്ക് ഈക്വലായിട്ട് 20. അപ്പോൾ നമുക്ക് ടോട്ടൽ 63 എന്ന് കിട്ടും. ഇനി അടുത്ത് ക്വൈറ്റ്. Qന് ഈക്വലായിട്ട് 17, Uക്ക് ഈക്വലായിട്ട് 21, Iക്ക് ഈക്വലായിട്ട് 9, Tക്ക് ഈക്വലായിട്ട് 20, Eക്ക് ഈക്വലായിട്ട് 5, ടോട്ടൽ 72. ഇനി ലാസ്റ്റ് വരുന്ന റൈം. Rന് ഈക്വലായിട്ട് 18, Hന് ഈക്വലായിട്ട് 8, Yക്ക് ഈക്വലായിട്ട് 25, Mന് ഈക്വലായിട്ട് 13, Eക്ക് ഈക്വലായിട്ട് 5, ടോട്ടൽ വരുന്ന 69 എന്നുള്ളതാണ്. സോ ഇവിടെ ഓപ്ഷനിൽ ഓപ്ഷൻ 3 ആണ്. അതായത് A4 പ്രൈം 61, സൈറ്റ് 69, ക്വൈറ്റ് 72, റൈം 69. സോ നമ്മൾ മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ 5 ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലോജിക്കൽ റീസണിങ്ങിലാണ്. What can be inferred from the following? Because x is equal to 3 and y is equal to 7, then x plus y is equal to 8. അതായത് x 3ഉം y 5ഉം ആയതിനാൽ x plus y എന്നുള്ളത് 8 ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ്, ഈ ഒരു ആർഗ്യുമെൻറ്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് ബേസ്ഡ് ഓൺ എലിമിനേഷൻ, ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് ബേസ്ഡ് ഓൺ മാത്തമാറ്റിക്സ്, ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് ഫ്രം അതോറിറ്റി, ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് ഫ്രം പ്രിൻസിപ്പിൾ ഓഫ് ചാരിറ്റി. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്, ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് ബേസ്ഡ് ഓൺ മാത്തമാറ്റിക്സ്. ഇത് മാത്സിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് ആണ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് x 3 ആയതുകൊണ്ടും y 5 ആയതുകൊണ്ടും നമുക്ക് x plus y എന്നുള്ളത് 8 ആയിട്ട് എഴുതാമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എലിമിനേഷൻ വരുന്നില്ല, അതോറിറ്റി വരുന്നില്ല, പ്രിൻസിപ്പിൾ ഓഫ് ചാരിറ്റി വരുന്നില്ല. ഇവിടെ മാത്തമാറ്റിക്സ് ആണ് വരുന്നത്. അത് ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമൺ പാറ്റേൺ ഓഫ് ഡിഡക്റ്റീവ് റീസണിങ്. ഡിഡക്റ്റീവ് റീസണിങ്ങിൻ്റെ കോമൺ പാറ്റേൺ അല്ലാത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈപ്പോതെറ്റിക്കൽ സിലോജിസം അത് പാറ്റേൺ ആണ്. കാറ്റഗറിക്കൽ സിലോജിസം അത് പാറ്റേൺ ആണ്. ആർഗ്യുമെൻറ്റ് ഫ്രം ഡെഫിനിഷൻ അതും പാറ്റേൺ ആണ്. പ്രിഡിക്റ്റീവ് ആർഗ്യുമെൻറ്റ് ഒരിക്കലും ഒരു പാറ്റേൺ അല്ല. ഹൈപ്പോതെറ്റിക്കൽ സിലോജിസം, കാറ്റഗറിക്കൽ സിലോജിസം, ആർഗ്യുമെൻറ്റ് ഫ്രം ഡെഫിനിഷൻ എന്നിവയൊക്കെയാണ് ഡിഡക്റ്റീവ് റീസണിങ്ങിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 കോൺസെപ്റ്റുകൾ, ലിസ്റ്റ് 2 ഡിസ്ക്രിപ്ഷനുമാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ്, പ്രിമിസ്, കൺക്ലൂഷൻ, ആർഗ്യുമെൻറ്റ് എന്നിവയാണ് തന്നിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആൻ ആർഗ്യുമെൻറ്റ് ദാറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ബി പ്രൂവ്ഡ് ഓർ സപ്പോർട്ടഡ് ബൈ ദ premises. എ സെൻറ്റൻസ് ദാറ്റ് ക്യാൻ ബി വ്യൂഡ് as true or false. ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻറ്റൻഡ് ടു പ്രൂവ് ഓർ സപ്പോർട്ട് അനദർ സ്റ്റേറ്റ്മെൻറ്റ്. റീസൺ വൈ വി ഷുഡ് അക്സെപ്റ്റ് അനദർ സ്റ്റേറ്റ്മെൻറ്റ് ഓർ കൺക്ലൂഷൻ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് ഒരു സെൻറ്റൻസ് ആണ്. അത് ട്രൂ ആയിരിക്കുക, ഫോൾസ് ആകുക. അതായത് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയണത്. പ്രിമിസിസ് എന്ന് പറഞ്ഞതാണ് റീസൺ വൈ വി ഷുഡ് അക്സെപ്റ്റ് അനദർ സ്റ്റേറ്റ്മെൻറ്റ് ഓർ കൺക്ലൂഷൻ. ഒരു കൺക്ലൂഷനെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് പ്രിമിസിസിനെ വെച്ചിട്ടാണ്. ഇനി സി വരുന്ന കൺക്ലൂഷൻ. എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ആൻ ആർഗ്യുമെൻറ്റ് ദാറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ബി പ്രൂവ്ഡ് ഓർ സപ്പോർട്ടഡ് ബൈ ദ premises. അതായത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ premises സപ്പോർട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇനി ആർഗ്യുമെൻറ്റ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻറ്റൻഡ് ടു പ്രൂവ് ഓർ സപ്പോർട്ട് അനദർ സ്റ്റേറ്റ്മെൻറ്റ്. ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മൾ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റിനെ പ്രൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യേണ്ട ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിനാണ് നമ്മൾ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. വാട്ട് എമംഗ് ദ ഫോളോയിങ് ക്യാൻ ബി ക്ലെയിംഡ് ഓഫ് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് കറക്റ്റ്ലി. അതായത് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അത് കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ premises ആർ ട്രൂ ദെൻ ദ കൺക്ലൂഷൻ ഈസ് പ്രോബബ്ലി ട്രൂ. അതായത് പറഞ്ഞിരിക്കുകയാണ് premises ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ ട്രൂ ആയുള്ള ചാൻസ് പ്രോബബിൾ ആണ്. അതായത് അവിടെ തെറ്റ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. അതായത് കൺക്ലൂഷൻ ട്രൂ ആണെങ്കിൽ premises ട്രൂ ആണെങ്കിൽ കൺക്ലൂഷനും ട്രൂ ആയിരിക്കും. അവിടെ പിന്നെ ഫോൾസ് വരാനുള്ള ഒരു ചാൻസ് അവിടെ വരുന്നില്ല. സോ അതുകൊണ്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെക്കൻഡ് വൺ, ഇഫ് ദ premises ആർ ട്രൂ ദെൻ ദ കൺക്ലൂഷൻ മസ്റ്റ് ബി ട്രൂ. premises ട്രൂ ആണെങ്കിൽ കൺക്ലൂഷനും ട്രൂ ആയിരിക്കും. ഇറ്റ് ഈസ് അൺലൈക്ലി ഫോർ ദ premise ടു ബി ട്രൂ ആൻഡ് ദ കൺക്ലൂഷൻ ഈസ് ഫോൾസ്. അത് അൺലൈക്ലി ആണ് premise ട്രൂ കൺക്ലൂഷൻ ഫോൾസ് ആകാനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് premises ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ ട്രൂ ആയിരിക്കും. അത് അങ്ങനെ തന്നെയാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ദ കൺക്ലൂഷൻ ഫോളോസ് നെസസറിലി ഫ്രം ദ premises. അതായത് premisesനെ ബേസ് ചെയ്തുകൊണ്ടാണ് കൺക്ലൂഷൻ പോകുന്നത്. ശരിയാണ്, നമ്മൾ premises നിന്നാണ് കൺക്ലൂഷൻ ഉണ്ടാക്കുന്നത്. ലാസ്റ്റ്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ ദ ഓൾ ദ premise ടു ബി ട്രൂ ആൻഡ് ദ കൺക്ലൂഷൻ ഫോൾസ്. അതായത് premises ട്രൂവും കൺക്ലൂഷൻ ഫോൾസ് ആവും വരുന്നത് ഇമ്പോസിബിൾ ആണെന്ന്. അതായത് ഒരിക്കലും പോസിബിൾ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്. അതാണ് നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. അതായത് premises ട്രൂ ആണെങ്കിൽ കൺക്ലൂഷനും ട്രൂ ആയിരിക്കും. സോ ഇവിടെ ആൻസർ വരുന്നത് ബി, ഡി, ഇ എന്നിവ. അതായത് ഓപ്ഷൻ 3 ആണ്. അതായത് premise ട്രൂ ആണെങ്കിൽ കൺക്ലൂഷനും ട്രൂ ആയിരിക്കും. കൺക്ലൂഷൻ premisesനെ ബേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അതുപോലെ തന്നെ premises ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ ഫോൾസ് അത് ഇമ്പോസിബിൾ ആണ്. അത് നടക്കില്ലാത്ത കാര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അത് മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ടേംസും കോൺസെപ്റ്റും ലിസ്റ്റ് 2 ഡിസ്ക്രിപ്ഷനുമാണ്. ഉപനയ, പരാമർശ, വ്യാപ്തി, പക്ഷധർമ്മത എന്നിവയാണ് തന്നിരിക്കുന്നത്. ദ നോളജ് ഓഫ് പക്ഷധർമ്മ ആസ് ക്വാളിഫൈഡ് ബൈ വ്യാപ്തി, ദ ഇൻവേരിയബിൾ റിലേഷൻ ഓർ അസോസിയേഷൻ ഓഫ് ദ മിഡിൽ ടേം ഇൻ ദ മൈനർ ടേം, ദ ആപ്ലിക്കേഷൻ ഓഫ് ദ യൂണിവേഴ്സൽ കോൺകമിറ്റൻസ് ടു ദ പ്രസന്റ് കേസ്, ദ ഇൻവേരിയബിൾ അസോസിയേഷൻ ഓഫ് ദ മിഡിൽ ടേം വിത്ത് ദ മേജർ ടേം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അതായത് ഉപനയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആപ്ലിക്കേഷൻ ഓഫ് ദ യൂണിവേഴ്സൽ കോൺകമിറ്റൻസ് ടു ദ പ്രസന്റ് കേസ്. അത് ഉപനയ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷനാണ്. അതായത് നമ്മളൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ ആ ഒരു സ്പെസിഫിക് കേസിലോട്ട് അപ്ലൈ ചെയ്യുന്നതാണ് ഉപനയ എന്ന് പറയുന്നത്. ഇനി പരാമർശ എന്ന് പറയുന്നത് നോളജ് ഓഫ് പക്ഷധർമ്മത ആസ് ക്വാളിഫൈഡ് ബൈ വ്യാപ്തി. അതായത് പക്ഷധർമ്മതനെ പറ്റിയുള്ള നോളജാണ് പരാമർശ എന്ന് പറയുന്നത്. വ്യാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മിഡിൽ ടേമും മേജർ ടേമും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് വ്യാപ്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പക്ഷധർമ്മത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മിഡിൽ ടേമും മൈനർ ടേമും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ പക്ഷധർമ്മത എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് അനലൈസ് ചെയ്ത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്